കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ വിദേശ രാജ്യങ്ങൾക്ക്, അതായത് അയൽ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായം എത്രയുണ്ട് എന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. അമേരിക്ക US നിർത്തലാക്കിയ വാർത്ത നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ബംഗ്ലാദേശ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായത്. ബംഗ്ലാദേശിലെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അങ്ങനെയുള്ള പല ആൾക്കാർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ പണി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇന്ത്യയും ബംഗ്ലാദേശിന് നമ്മുടെ വിദേശ ഫണ്ട് കൊടുക്കുന്നുണ്ട്. വിദേശ സഹായം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തിനാണ് ഇന്ത്യ വിദേശ സഹായം മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അത് നമ്മുടെ നയതന്ത്ര നീക്കത്തിന്റെ ഒരു ഭാഗമാണ്. നല്ല അയൽക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അയൽ രാജ്യം പ്രക്ഷുബ്ധമായി തുടർന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു മഹാമാരി പിടിപെട്ടാൽ, അല്ലെങ്കിൽ അവിടെ ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അലയൊലികൾ നമ്മുടെ രാജ്യത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ അമേരിക്ക WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായത്. അമേരിക്ക വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് കൊടുക്കുന്ന $500 മില്യൺ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കോളറ, ഡെങ്കി പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളിലും പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾ തടയാനാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ തടയാൻ അത് ഉപയോഗിക്കുമ്പോൾ അവിടെ ആ രാജ്യത്ത് ആ രോഗങ്ങൾ പിടിപെടുന്നത് ഗണ്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. ആ ആൾക്കാർ, അതായത് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലുമുള്ള ആൾക്കാർ അമേരിക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ സാംക്രമിക രോഗങ്ങളുമായിട്ട് വരില്ല എന്നുള്ളതാണ്. ഈ WHO ഫണ്ട് തടഞ്ഞതോടുകൂടി, നിർത്തലാക്കിയതോടുകൂടി ഇനി അമേരിക്കയിലേക്ക് വരുന്ന ആഫ്രിക്കക്കാർ ഡെങ്കിയോ കോളറയോ പോലുള്ള അസുഖങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത് എന്ന് വലിയ വിമർശനം ഉണ്ടായി. അപ്പോൾ അതൊക്കെ കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് കൊണ്ടാണ് ഈ ഫണ്ടൊക്കെ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ ഒരു മഹാമാരി പിടിപെടുകയാണ്. ആ മഹാമാരി നമ്മളിപ്പോൾ ബംഗ്ലാദേശിന് ഒരു ഫണ്ട് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് തടയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ മഹാമാരി ബംഗ്ലാദേശിൽ തന്നെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ഇന്ത്യയിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ബംഗ്ലാദേശികൾ ഒരുപാട് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു ന്നുണ്ടല്ലോ. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് 2025-26 വിദേശ സഹായത്തിന് 5483 കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻ വർഷം ഇത് 4883.56 കോടി രൂപയായിരുന്നു. മൊത്തം ബഡ്ജറ്റിൽ വിദേശ സഹായം 20,516 മാറിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാനായി സാധിച്ചത്. നയതന്ത്ര പങ്കാളികൾക്കും അയൽ രാജ്യങ്ങളുടെ സംരക്ഷണത്തിനുമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽ രാജ്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത അതിഭീകരമായിട്ടുണ്ട്. ഉദാഹരണം, ശ്രീലങ്കയിൽ ചൈന വന്ന് ഹമ്പൻ തുറമുഖം എടുത്തപ്പോൾ അതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്നത് ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ്. കാരണം ഹമ്പൻ തുറമുഖത്തിൽ ശ്രീലങ്കയ്ക്ക് ഈസി ആയിട്ട് ഒരു മിസൈൽ വിന്യസിക്കാനോ അങ്ങനെ പലതിനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദക്ഷിണേന്ത്യക്ക് അത് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. അതുകൊണ്ടാണ്. എന്തായാലും ഇനി എത്ര രൂപയാണ് ഓരോ രാജ്യങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്, ബംഗ്ലാദേശിന് എത്ര കൊടുത്തു, എത്ര വെട്ടിക്കുറച്ചു എന്ന് നമുക്കത് പരിശോധിക്കാം. ഏറ്റവും മികച്ച ഗുണഭോക്താവ് ഇതിന്റെ ഭൂട്ടാനാണ്. ഭൂട്ടാന് 2150 കോടി രൂപയാണ് നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. 2025-26 ഭൂട്ടാന് കൊടുക്കുന്നത് ഇത്ര തുകയാണ്. 2024-25 നമ്മൾ 2068 കോടി രൂപ കൊടുത്തു. അതിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് തുക. ഇന്ത്യ ഭൂട്ടാന്റെ പ്രാഥമിക വികസന പങ്കാളിയാണ് എന്നുള്ളത് കൊണ്ടാണ്, ഇന്ത്യയുമായി ഭൂട്ടാൻ വളരെ നല്ല നയതന്ത്ര ബന്ധത്തിലാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ, ജലവൈദ്യുതി, സാമ്പത്തിക സഹകരണം എന്നിവയിലേക്കുള്ള ഫണ്ടുകളാണ് ഭൂട്ടാൻ ഇതിൽ നീക്കിവെക്കുന്നത്. അങ്ങനെയാണ് ഈ ഫണ്ട് പോകുന്നത്. ഇനി ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും 120 കോടി രൂപ മാത്രമാണ് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുക്കുന്നത്. നേരത്തെ അത് 200-350 ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 120 കോടി രൂപ പ്രത്യേക ഒരു സർക്കാർ, അല്ലെങ്കിൽ പ്രത്യേക ഒരു കാലാവസ്ഥ ബംഗ്ലാദേശിൽ കണക്കിലെടുത്താണ് ഇന്ത്യ കൊടുക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. മാൽദീവ്സിന് ഇന്ത്യ സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 400 നിന്ന് 600 കോടിയിലേക്ക് മാൽദീവ്സിന്റെ സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2024-25 470 കോടിയായിരുന്നു മാൽദീവ്സിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ സഹായം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന് 24-25 200 കോടി കൊടുത്ത സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോൾ 100 കോടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പല നയതന്ത്ര ഡീലുകളുമുണ്ട്. അതായത് ചബഹർ തുറമുഖത്തിൽ അഫ്ഗാനിസ്ഥാന് ഒരു ഇന്റർനാഷണൽ ട്രേഡിനുള്ളൊരു സ്ഥലമൊക്കെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അവർക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്. അതിന്റെ പേരിലാണ് നമുക്ക് മനസ്സിലാക്കാം. മ്യാൻമറിനും സഹായ വിഹിതം കുറച്ചു. 24-25 400 കോടി കൊടുത്തിടത്തുനിന്ന് 25-26, അതായത് ഈ വർഷം വെറും 250 കോടി മാത്രമാണ്
നമ്മൾ മ്യാൻമറിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും കൂടുതൽ വാർത്തയായത് ബംഗ്ലാദേശിൽ നമ്മൾ കൊടുത്ത ധനസഹായം തന്നെയാണ്. വെറും 120 കോടി രൂപ മാത്രമാണ് ബംഗ്ലാദേശിന് കൊടുത്തത്. ബംഗ്ലാദേശ് സർക്കാരിന് ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. മാൽദീവ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാൽദീവ്സിൽ നിന്ന് ഇന്ത്യ സൈനികരെ പിൻവലിക്കാൻ മാൽദീവ്സ് പറഞ്ഞുവെങ്കിലും മാൽദീവ്സ് പ്രതിരോധ മന്ത്രി ഗസൻ മൗമൂണും പ്രസിഡന്റ് മുയിസുവും അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. തങ്ങൾക്ക് വലിയ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ അടുത്ത് അവർ പഴയ ആ ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം തിരിച്ചു പോയതിനു ശേഷമാണ് മാൽദീവ്സിന്, നമ്മുടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യമാണ്, ഒരു ഐലൻഡാണ്, അതുകൊണ്ട് തന്നെ അവിടെ മാൽദീവ്സിന് പോലെ തന്നെ ചൈന കടന്നുകയറ്റം നടത്തുന്നത് ഒരു ഐലൻഡാണ്, മാൽദീവ്സിന് സഹായം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അഫ്ഗാനിസ്ഥാൻ്റേത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാൽ മ്യാൻമറിന്റെ സഹായ വിഹിതത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. വടക്ക് കിഴക്കൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ മ്യാൻമറിന്റെ വലിയ ഭാഗങ്ങളിൽ വംശീയ സായുധ സംഘങ്ങൾ നിയന്ത്രണം തുടരുന്നതിനാണ് ഇങ്ങനെ ഒരു ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് യൂണിയൻ ബജറ്റിൽ നേപ്പാളിന് നമ്മൾ 700 കോടി രൂപ സഹായം കൊടുത്തിരുന്നു. അത് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. ശ്രീലങ്കയ്ക്ക് നമ്മൾ 300 കോടി രൂപയാണ് സഹായം കൊടുക്കുന്നത്. സാമ്പത്തികമായി ശ്രീലങ്ക വീണ്ടെടുക്കാനായിട്ട് അവരുടെ രാജ്യം കിതയ്ക്കുകയാണ്. ഇനി ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് G20 ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടുത്തിയതോടെ സാമ്പത്തിക സഹായം 200 കോടിയിൽ നിന്ന് 225 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കയ്ക്ക് നമ്മൾ 30 കോടിയിൽ നിന്ന് 60 കോടിയായി നമ്മുടെ സാമ്പത്തിക സഹായം ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.